നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിലെ ആർജി കാർ മെഡിക്കൽ കോളേജിന് നേരെ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ ദിവസം കാണാനായതെന്ന് കോടതി വിമർശിച്ചിട്ടുണ്ട്. ആക്രമണം സംബന്ധിച്ച് തുടർച്ചയായി മെയിലുകളുടെ ഉൾപ്പെടെ പരാതി ലഭിച്ചുവെന്നും അതിനാലാണ് കേസ് ഇന്ന് അടിയന്തരമായി പരിഗണിക്കാൻ എടുത്തതെന്നും കോടതി വ്യക്തമാക്കി. ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാക്കണമെന്നാണ് കോടതി ആദ്യം ആവശ്യപ്പെട്ടത്. 7000-ഓളം ആളുകൾ കൂട്ടമായാണ് ആശുപത്രിയിലേക്ക് എത്തിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്നും പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെന്നും ഇവിടേക്ക് ആക്രമികൾക്ക് കടക്കാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് സംസ്ഥാനത്തിന്റെ വാദം. തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആക്രമികൾ എത്തിയതെന്ന വാദം തള്ളിക്കൊണ്ടായിരുന്നു വിശദീകരണം. എന്നാൽ ഈ അവസരത്തിൽ ഇത്തരമൊരു പ്രതിഷേധത്തിന് അനുമതി നൽകിയത് എന്തിനാണെന്ന് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാധാരണ രീതിയിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവുമുണ്ട്. 7000-ഓളം പേർ ഒത്തുകൂടിയെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ആൾക്കാർ ഒത്തുകൂടിയത് പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്നാണ് സംസ്ഥാനം കോടതിയെ അറിയിച്ചത്. പിന്നാലെയാണ് കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സർക്കാർ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണിതെന്ന് കോടതി വിമർശനം ഉന്നയിച്ചു. പോലീസിന് സ്വന്തം ആളുകളെ പോലും സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നത് പരിതാപകരമായ അവസ്ഥയാണ്. അവിടെ എങ്ങനെയാണ് ഡോക്ടർമാർ ധൈര്യപൂർവ്വം ജോലി ചെയ്യുകയെന്നും കോടതി ചോദിച്ചു. ഭാവിയിലേക്ക് എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നത് അറിയിക്കണമെന്നും കോടതി പറഞ്ഞു. പോലീസ് പ്രതിഷേധക്കാർക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് എന്നതായിരുന്നു രക്ഷിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ പരിഹാസം. അതേസമയം ഇന്നലെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നിരവധി രേഖകൾ ഉൾപ്പെടെ ആക്രമികൾ നശിപ്പിച്ചിരുന്നു. ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതിന്റെ തെളിവുകളെല്ലാം തന്നെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവമുണ്ടായി. 2 ചെവികളിലും മുറിപ്പാടുകളുണ്ട്. ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ചുണ്ടുകളിൽ ഉണ്ടായ മുറിവുകൾ. കഴുത്തിലെ കടിയേറ്റ പാടുകൾ ആക്രമണത്തിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കുന്നു. ഹർജിയിൽ പറയുന്നുണ്ട്. 150 മില്ലിഗ്രാം ബീജം ശരീരത്തിൽ കണ്ടെത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്നും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് കൂട്ടബലാത്സംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ മകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ നിലനിൽക്കുമ്പോഴും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. വനിതാ ഡോക്ടർ ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് നോക്കുമ്പോൾ അത് ഒരാളുടേതാകില്ല. കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ഇത് കാണിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ലോകവ്യാപകമായിട്ടാണ് ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കം ഈ ഒരു ഡോക്ടറുടെ മരണത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നത്.